നിങ്ങൾ ഒരു മുറിയിലേക്ക് കടക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കാറുണ്ടോ? ചില വ്യക്തികൾക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ പ്രത്യേക കഴിവുണ്ട്. ഒരുതരം പ്രത്യേക ഊർജം അവർക്ക് ചുറ്റുമുള്ളതുപോലെ തോന്നും, അല്ലേ? ആ ആകർഷണ വലയത്തെയാണ് നമ്മൾ ഓറ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ളതും നമ്മുടെ മാനസികാവസ്ഥ, ആരോഗ്യം, ചിന്തകൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നതുമായ ഒരു തരം ഊർജവലയമാണിത്. ശക്തവും പോസിറ്റീവുമായ ഒരു ഓറ ഉള്ളവർക്ക് മറ്റുള്ളവരെ എളുപ്പത്തിൽ സ്വാധീനിക്കാനും ആകർഷിക്കാനും സാധിക്കും. നിങ്ങളുടെ ഈ ഓറ എനർജി എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതിനായുള്ള 8 സൈക്കോളജിക്കൽ തന്ത്രങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഈ അറിവുകൾക്ക് സാധിക്കും. നിങ്ങളുടെ ഓറ എനർജി വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ തന്ത്രം നിങ്ങളുടെ ശരീരഭാഷ ശ്രദ്ധിക്കുക എന്നതാണ്. നിങ്ങൾ എങ്ങനെ നിൽക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു എന്നതെല്ലാം നിങ്ങളുടെ ഓറയെ നേരിട്ട് സ്വാധീനിക്കും. ആത്മവിശ്വാസമുള്ള ഒരു ശരീരഭാഷ നിങ്ങളുടെ ഓറയെ കൂടുതൽ ശക്തമാക്കും. സങ്കോചമില്ലാതെ തോളുകൾ പിന്നോട്ട് വലിച്ച് തല ഉയർത്തിപ്പിടിച്ച് നടക്കുക. ആളുകളോട് സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. എപ്പോഴും ഒരു പുഞ്ചിരി മുഖത്തുണ്ടാകട്ടെ. ഇതൊക്കെ നിങ്ങൾ കൂടുതൽ പ്രകാശമുള്ളതും സമീപിക്കാവുന്നതുമായ വ്യക്തിയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കും. മീറ്റിങ്ങുകളിലോ മറ്റോ ഇരിക്കുമ്പോൾ കൈകൾ കെട്ടിപ്പിടിക്കാതെ തുറന്നു വെക്കുന്നത് നിങ്ങൾ ആത്മവിശ്വാസമുള്ളവനും സുതാര്യനുമാണെന്ന സന്ദേശം നൽകും. രണ്ടാമതായി, നിങ്ങളുടെ പോസിറ്റീവ് ചിന്തകൾ വളർത്തുക. ചിന്തകൾക്ക് ഓറയെ സ്വാധീനിക്കാൻ കഴിയും. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ ഊർജത്തെ ദുർബലപ്പെടുത്തുമ്പോൾ പോസിറ്റീവ് ചിന്തകൾ അതിനെ കൂടുതൽ ശക്തമാക്കും. എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാത്തിനും നന്ദിയുള്ളവരായിരിക്കുക. രാവിലെ ഉണരുമ്പോൾ തന്നെ ഇന്നത്തെ നല്ല കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ധ്യാനിക്കുക. എല്ലാ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ധ്യാനം പരിശീലിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാനും പോസിറ്റീവ് ചിന്തകൾ നിലനിർത്താനും സഹായിക്കും. മൂന്നാമത്തെ തന്ത്രം നിങ്ങൾ ചുറ്റുമുള്ളവരെ ശ്രദ്ധിക്കുക എന്നതാണ്. നിങ്ങൾ ആരുമായിട്ടാണ് സമയം ചെലവഴിക്കുന്നത് എന്നത് നിങ്ങളുടെ ഓറയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. നെഗറ്റീവ് ആളുകളുമായിട്ടുള്ള ഇടപഴകൽ നിങ്ങളുടെ ഊർജത്തെ ചോർത്തിക്കളയും. അതുകൊണ്ട് പോസിറ്റീവ് ചിന്തകളുള്ള, നിങ്ങളെ പിന്തുണയ്ക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ആളുകളുമായി മാത്രം ഇടപഴകാൻ ശ്രമിക്കുക. അവർ നിങ്ങളുടെ ഓറയെ കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുന്ന ഊർജ സ്രോതസ്സുകളാണ്. നാലാമതായി, പ്രകൃതിയുമായി അടുക്കുക. പ്രകൃതിക്ക് നമ്മുടെ ഓറയെ ശുദ്ധീകരിക്കാനും ശക്തിപ്പെടുത്താനും കഴിവുണ്ട്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. നടക്കുക, ഓടുക, അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ ഇരിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. സൂര്യപ്രകാശം കൊള്ളുന്നത് നിങ്ങളുടെ ഓറയെ കൂടുതൽ പ്രകാശിപ്പിക്കും. അഞ്ചാമതായി, ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും സ്വാധീനിക്കുന്നത് പോലെ ഓറയെയും സ്വാധീനിക്കും. ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക. സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനും ഊർജത്തെ ശക്തിപ്പെടുത്താനും സഹായിക്കും. നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും കൂടുതൽ ആളുകളിലേക്ക് ഈ അറിവുകൾ എത്തിക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ തന്നെ അറിയിപ്പ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ആറാമത്തെ തന്ത്രത്തിലേക്ക് കടക്കാം. മതിയായ ഉറക്കം ലഭിക്കുക. ഉറക്കമില്ലായ്മ നിങ്ങളുടെ ഓറയെ ക്ഷീണിപ്പിക്കും. അതുകൊണ്ട് ദിവസവും കുറഞ്ഞത് 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. ഉറങ്ങുന്നതിനു മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഉറങ്ങുന്നതിനു മുമ്പ് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ശാന്തമാക്കാനും നല്ല ഉറക്കം ലഭിക്കാനും സഹായിക്കും. ഏഴാമതായി, ചിരിക്കുക, പുഞ്ചിരിക്കുക. ചിരിയും പുഞ്ചിരിയും നിങ്ങളുടെ ഓറയെ കൂടുതൽ പോസിറ്റീവും ആകർഷകവുമാക്കും. നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. തമാശകൾ കേൾക്കുക. തമാശ സിനിമകൾ കാണുക. ഇത് നിങ്ങളുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഓറയെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന ലളിതവും എന്നാൽ ശക്തവുമായ സൈക്കോളജിക്കൽ ടൂളാണ്. അവസാനമായി, എട്ടാമത്തെ തന്ത്രം ധ്യാനം പരിശീലിക്കുക.
ധ്യാനം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങളുടെ ഓറയെ കൂടുതൽ ശക്തമാക്കാനും സഹായിക്കും. ദിവസവും കുറഞ്ഞത് 10 മുതൽ 15 മിനിറ്റെങ്കിലും ശാന്തമായ ഒരിടത്തിരുന്ന് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളെ ശ്രദ്ധിക്കുക, എന്നാൽ അവയോട് പ്രതികരിക്കാതെ അവയെ കടന്നു പോവാൻ അനുവദിക്കുക. ഈ പരിശീലനം നിങ്ങളുടെ ആന്തരിക ഊർജത്തെ ശക്തിപ്പെടുത്തുകയും ഓറയെ പ്രകാശിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഓറ എനർജി വർദ്ധിപ്പിക്കാൻ ഈ 8 സൈക്കോളജിക്കൽ തന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ വ്യക്തിക്കും തനതായ ഒരു ഓറയുണ്ട്. അത് നമ്മുടെ വ്യക്തിത്വത്തെയും ഊർജത്തെയും പ്രതിഫലിപ്പിക്കുന്നു. ഈ ലളിതമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഓറയെ പോസിറ്റീവും ശക്തവുമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കണ്ടതിൽ സന്തോഷമുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.